ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റിയ പാലക്കാട്ടെ 9 വയസ്സുകാരി സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഈ കുട്ടിയും കുടുംബവും. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 1 മാസം കഴിഞ്ഞപ്പോൾ പൂർത്തിയായത് 5 ശസ്ത്രക്രിയകളാണ്. ആശുപത്രി ചെലവുകൾക്കും മറ്റുമായി നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പ്രസീതയും കുടുംബവും. വീട്ടുമുറ്റത്ത് സഹോദരന്മാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് 9 വയസ്സുകാരി പല്ലശ്ശന സ്വദേശി വിനോദിനിക്ക് കൈക്ക് ഗുരുതരമായി പരുക്കേൽക്കുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പിന്നാലെ സ്ഥിതി വഷളായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് കൈ മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത്. പിന്നാലെ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ 2 ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. നടപടിയും ഇടപെടലുമെല്ലാം പാതി വഴിയിൽ നിലച്ചെന്നാണ് കുടുംബം പറയുന്നത്. 32 ദിവസമായിട്ട് ഒരു ഇതും ഇല്ല. നമുക്ക് എന്താണ് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാ പറഞ്ഞവരൊന്നും ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നൊന്നും ഇപ്പോൾ തരുന്നില്ല. നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞത് നമുക്ക് കുട്ടിക്ക് വേണ്ടത് എല്ലാ സംരക്ഷണവും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു നടപടി നമുക്ക് കിട്ടിയിട്ടില്ല. അന്ന് വന്നിട്ട് എല്ലാവരും ചെയ്തു തരാ പറഞ്ഞിട്ട് പോയതല്ലോ. പിന്നെ ഒന്നും ആരും വിളിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കുട്ടിയുടെ അവസ്ഥ ദയനീയം. മരുന്നിന്റെ മയക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കൈ എവിടെയെന്ന് മാതാപിതാക്കളോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. നമുക്ക് അവളുടെ കൈ പോയി. ഇനി അവളെ സംരക്ഷിക്കേണ്ടത് സർക്കാരാണ്. അന്ന് കൊണ്ടുവന്ന് കഴിയണവരുമാണ്. വാടക വീട്ടിലാണ്. എല്ലാം തന്നെ എല്ലാം നമ്മളെ പറഞ്ഞതാണ്. പിന്നെ ഇവർ ഒരു മറുപടിയോ ഒന്നും പറയണില്ല. അതൊക്കെ ഭയങ്കര ഇതാവുന്നുണ്ട്. കാരണം ഇനി അവൾ കൈയിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവൾക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ മരുന്ന് വെക്കാൻ തുറന്നാൽ തന്നെ അവൾ ഭയങ്കരമായി കത്തുകയാണ്. കാണാൻ പറ്റില്ല അമ്മ, എനിക്ക് കാണാൻ പറ്റില്ല പറയും. ഇനി മുന്നോട്ടുള്ളത് കാര്യം നമുക്ക് അറിയില്ല. ഇനി സർക്കാരിന്റെ മകളായി കുഞ്ഞിനെ ദത്തെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കുടുംബത്തിലെ അതിദാരിദ്ര്യവും മകളുടെ ചികിത്സാ ചെലവും താങ്ങാനാകാത്ത അവസ്ഥയിലാണ്. സുമനസ്സുകൾ സഹായിക്കണമെന്ന അഭ്യർത്ഥന മാത്രമാണ് കുടുംബത്തിനുള്ളത്.